നമസ്തേ. വാൽമീകി രാമായണം ബാലകാണ്ഡം തുടരുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇനി ത്രിഷഷ്ടിതമ സർഗ, 63-ാം സർഗമാണ്. മേനകയാ സഹ നിവാസ മഹർഷിപദ പ്രാപ്തിശ്ച. വിശ്വാമിത്രമുനി മേനകയോടുകൂടി വസിക്കുന്നത്, പിന്നെ മഹർഷിപദം പ്രാപിക്കുന്നതും. ഇവിടെയാണ് മേനകയും അപ്സരസും മേനകയും രംഭയും ഒക്കെ വന്ന് വിശ്വാമിത്ര മഹർഷിയെ പരീക്ഷിക്കുന്ന ഭാഗം. പൂർണേ വർഷസഹസ്രേതു വ്രതസ്നാദം മഹാമുനിം അഭ്യാഗച്ഛൻ സുരാ സർവേ തപ ഫലചികീർഷവഃ. അബ്രവീത് സുമഹാതേജാ ബ്രഹ്മാ സാനുനയം വച. ഋഷിസ്ത്വമസി ഭദ്രം തേ സ്വാർജിതൈഃ കർമ്മഭിഃ ശുഭൈഃ. തമേവ മുക്ത്വാ ദേവേശസ്ത്രിദിവം പുനരഭ്യഗാത് വിശ്വാമിത്രോ മഹാതേജാ ഭൂയസ്തേവേ മഹത്തപ. തതഃ കാലേന മഹദാ മേനകാ പരമപ്സരാഃ പുഷ്കരേഷു നരശ്രേഷ്ഠസ്നാതും സമുപചക്രമേ. 1000 സംവത്സരക്കാലം തികഞ്ഞ ഉടനെ തപോവ്രതത്തെ പൂർത്തിയാക്കിയവനായ വിശ്വാമിത്ര മഹർഷിയുടെ അടുക്കൽ ദേവന്മാരെല്ലാവരും തപസ്സിൻ്റെ ഫലത്തെ പ്രദാനം ചെയ്യാൻ ഇച്ഛിച്ചവരായി വന്നു ചേർന്നു. അതിമഹാ തേജസ്വിയായ ബ്രഹ്മാവ് ഇപ്രകാരം വാക്യത്തെ അതിമൃദുവായി അരുളി ചെയ്തു. ഭവാനാൽ കഷ്ടപ്പെട്ട് സമ്പാദിക്കപ്പെട്ട പുണ്യകർമ്മങ്ങളുടെ ഫലത്താൽ ഭവാൻ ഋഷിയായി ഭവിച്ചിരിക്കുന്നു. ഭവാന് ഇതുതന്നെയാണ് തക്കത്. ഇപ്രകാരം അദ്ദേഹത്തോട് അരുളി ചെയ്ത ശേഷം ദേവേശൻ തിരികെ ദേവലോകത്തിലേക്ക് എഴുന്നള്ളി. മഹാതേജസ്വിയായ വിശ്വാമിത്രമുനി വീണ്ടും വൻ തപസ് ചെയ്തു. അതിൽ പിന്നെ ഏറെക്കാലത്തിനപ്പുറം ഹേ നരോത്തമ, അപ്സരശ്രേഷ്ഠയായ മേനക പുഷ്കര തീർത്ഥങ്ങളിൽ കുളിപ്പാൻ പോവുക പതിവായിരുന്നു. താം ദദർശ മഹാതേജാ മേനകാം കുചികാത്മജ രൂപേണ പ്രതിമാം തത്ര വിദ്യുതം ജലദേ യഥാ. ദൃഷ്ട്വാ കന്ദർപ്പവശഗോ മുനിസ്താമിതമബ്രവീത്. അപ്സര സ്വാഗതം തേ അസ്തു വസച്ചേഹ മമാശ്രമീ. അനുഗ്രഹ്ണീഷ്വ ഭദ്രം തേ മദനേന സുമോഹിതം. ഇത്യുക്താ സാ വരാരോഹോ തത്ര വാസമഥാകരോത്. തപസോ ഹി മഹാവിഘ്നോ വിശ്വാമിത്രമുപാഗത. തസ്യാം വസന്ത്യാം വർഷാണി പഞ്ച രാഘവ. വിശ്വാമിത്രാശ്രമേ തസ്മിൻ സുഖേന വ്യതിചക്രമു. അഥ കാലേ ഗതേ തസ്മിൻ വിശ്വാമിത്രോ മഹാമുനി സവ്രീഢ ഇവ സംവൃത്തശ്ചിന്താശോകപരായണ. ബുദ്ധിർമുനേ സമുത്പന്നാ സാമർഷാ രഘുനന്ദന. സർവം സുരാണാം കർമ്മൈതത്തപോപകരണം മഹത്. അഹോരാത്രാപദേശേന ഗതാ സംവത്സരാദശ കാമമോഹാഭിഭൂതസ്യ വിഘ്നോऽയം സമുപസ്ഥിത. വിനിശ്വസൻ മുനിവര പശ്ചാത്താപേന ദുഃഖിത. ഭീതാമപ്സരസം ദൃഷ്ട്വാ വേപന്തിം പ്രാഞ്ജലിം സ്ഥിതാം. മേനകാ മധുരൈർവാക്യൈർവിസർജ്യ കുശികാത്മജ ഉത്തരം പർവ്വതം രാമ വിശ്വാമിത്രോ ജഗാമഹ. മഹാതേജസ്വിയായ കുശികതനയൻ അദ്ദിക്കിൽ മേഘത്തിൽ മിന്നപ്പിണർ എന്ന പോലെയുള്ളവളും സൗന്ദര്യം കൊണ്ട് കിടയില്ലാത്തവളുമായ ആ മേനകയെ കണ്ടെത്തി. കണ്ട ഉടനെ മുനിവരനായ അദ്ദേഹം കാമാതുരനായി അവളോടായി ഇപ്രകാരം അരുൾ ചെയ്തു. അപ്സരസേ, നിന്റെ ഇങ്ങുള്ള ആഗമനത്താൽ ക്ഷേമമുളവാകട്ടെ. ഭവതിക്ക് ബഹുകീർത്തിയുമുണ്ടാകട്ടെ. എൻ്റെ ആശ്രമത്തിൽ തന്നെ വസിച്ചാലും കാമത്താൽ ഏറ്റവും മോഹിതനായിരിക്കുന്ന എന്നെ ദയോടെ സ്വീകരിച്ച് കടാക്ഷിച്ചാലും. ഇപ്രകാരം അപേക്ഷിക്കപ്പെട്ട മനോഹര രൂപയായ അവൾ അപ്പോൾ അവിടെ വാസത്തെ അംഗീകരിച്ചു. അതിനാൽ വിശ്വാമിത്രമുനിക്ക് തപസ്സിന് ഏറെ മുടക്കം സംഭവിച്ചു. ഹേ ശ്രീരാഘവ, ആ വിശ്വാമിത്ര ആശ്രമത്തിൽ അവൾ വസിച്ചുകൊണ്ടിരിക്കെ
5ഉം 5ഉം 10 സംവത്സരങ്ങൾ എങ്ങനെയെന്നറിയാതെ വണ്ണം കഴിഞ്ഞുപോയി. ആ കാലം കഴിഞ്ഞ ശേഷം വിശ്വാമിത്ര മഹർഷി ലജ്ജ പൂണ്ടവനായി ഏറ്റവും വിചാരവും ക്ലേശവും മുഴുത്തവനായി ഭവിച്ചു. ഹേ രഘുനന്ദന, ഇതെല്ലാം തപസ്സിനെ നശിപ്പിക്കുവാനായുള്ള ദേവന്മാരുടെ വൻകൃത്യം എന്നറിഞ്ഞ് ഉദ്ദേശിച്ച കാര്യത്തെ സാധിപ്പിച്ചേ കഴിയൂ എന്ന് വാശി പൂണ്ട നിശ്ചയബുദ്ധി മുനിവരന് ഉണ്ടായി. കാമമോഹത്തിൽ മുഴുകിയിരുന്ന ഇവന് 10 സംവത്സരങ്ങൾ ഒരു രാവു പകൽ എന്ന വണ്ണം കഴിഞ്ഞുപോയി. ഈ തപോവിഘ്നവും നേരിട്ടു. ഹേ രാമ, കുശികപുത്രനും മുനിശ്രേഷ്ഠനും പശ്ചാത്താപത്താൽ തന്നെ മനസ്സുമുട്ടി നെടുവേർപ്പെടുന്നവനും ആയ വിശ്വാമിത്രമുനി അവിടെ ഉണ്ടായിരുന്ന അപ്സരസായ മേനകയെ കൈ കൂപ്പിക്കൊണ്ടിരിക്കുന്നവളായി, ദേഹം നടുങ്ങുന്നവളായി, ഭീതി പൂണ്ടവളായി കണ്ട് നല്ല വാക്കുകളാൽ വിടകൊടുത്തയച്ച ശേഷം വടക്കേ പർവ്വത സ്ഥലത്തിലേക്കായി യാത്ര ചെയ്തു. സകൃത്വാ നൈഷ്ഠികീം ബുദ്ധിം തപ്തു കാമോ മഹാതപാഃ കൗശികീ തീരമാസാദ്യ തപസ്തേപേ സുദാരുണം തസ്യ വർഷസഹസ്രാണി ഘോരേ തപസി തിഷ്ഠതഃ ഉത്തരേ പർവ്വതേ രാമാദേവതാമഭൂദ്ഭയം ആമന്ത്രയൻ സമാഗമ്യ സർവേ സർഷിഗണാസുരാ മഹർഷി ശബ്ദം ലഭതാം സാധ്വയം കുശികാത്മജ ദേവതാനാം വച ശ്രുത്വാ സർവലോകപിതാമഹ അബ്രവീൻ മധുരം വാക്യം വിശ്വാമിത്രം തപോധനം മഹർഷേ സ്വാഗതം ദേയസ്തു തപസോഗ്രേണ ഭൂഷിത മഹത്വമൃഷിമുഖ്യത്വം ദദാമി തവ കൗശിക ബ്രഹ്മണസ്തു വച ശ്രുത്വാ വിശ്വാമിത്രസ്തപോധന പ്രാഞ്ജലി പ്രണതോ ഭൂത്വാ പ്രത്യുവാച മഹായശാ ബ്രഹ്മർഷി ശബ്ദമതുലം സ്വാർജിതൈഃ കർമ്മഭിക്ഷുഭൈഃ യതി മേ ഭഗവാനാഹ തതോഹം വിജിതേന്ദ്രിയ. മഹാതപസ്വിയായ അദ്ദേഹം കൗശികി നദിയുടെ തീരത്തെ പ്രാപിച്ച വിഘ്നത്തിന് ഇട കൊടുക്കില്ലെന്നുള്ള നിഷ്ഠയോടുകൂടിയ തീരുമാനം ചെയ്ത് തപസ്സിൽ തന്നെ ഏകാഗ്രചിത്തനായി അതിഘോരമായ തപസ് ചെയ്തു. ഹേ രാമ, വടക്കേ മലയരികിൽ 1000 സംവത്സരങ്ങൾ അദ്ദേഹം ഘോരമായ തപസ്സിൽ വർത്തിക്കവേ ദേവന്മാർക്ക് പേടിയുണ്ടായി തുടങ്ങി. ഋഷിഗണങ്ങളോട് കൂടിയ ദേവന്മാരെല്ലാവരും ഒന്നിച്ചുകൂടി കൗശികൻ ഇതുവരെ ചെയ്തത് മതി, ഇദ്ദേഹം മഹർഷിപദത്തെ പ്രാപിക്കട്ടെ എന്ന് ബ്രഹ്മാവിനോട് പ്രാർത്ഥിച്ചു. ബ്രഹ്മാവ് ദേവന്മാരുടെ വാക്ക് കേട്ട് തപോനിധിയായ വിശ്വാമിത്ര മുനിയോടായി അനുകൂലമായ ഈ വാക്യത്തെ അരുളി ചെയ്തു. ഹേ കൗശികമുനി, ഉഗ്രമായ ഭവാന്റെ തപസ്സുകൊണ്ട് ഞാൻ സന്തുഷ്ടനായി ഭവിച്ചിരിക്കുന്നു. ഭവാന് ഋഷിമാരാൽ കൊണ്ടാടപ്പെടുന്ന അവസ്ഥയെയും മഹാനെന്നുള്ള പട്ടവും ഞാൻ പരമായി തരുന്നു. ഹേ മഹർഷി, ഭവാന് ക്ഷേമം ഉളവാകട്ടെ. തപോനിധിയെന്ന് വൻപുകഴാർന്ന വിശ്വാമിത്രമുനി ബ്രഹ്മദേവന്റെ വാക്കിനെ കേട്ട ഉടനെ കുമ്പിട്ട് അഞ്ജലിഹസ്തനായി ഭവിച്ച് ഇപ്രകാരം കൽപ്പിച്ചു. ഭഗവാനായ നിന്തിരുവടി, എന്നാൽ സമ്പാദിക്കപ്പെട്ട പുണ്യകർമ്മങ്ങളുടെ ഫലമായി എനിക്ക് നിസ്തുല്യമായ ബ്രഹ്മസ്ഥാനത്തെ ഇപ്പോൾ തന്നെ അരുളുന്നുവെങ്കിൽ മാത്രമേ അതിൽ നിന്ന് ഞാൻ എന്നെ ജിതേന്ദ്രിയനെന്ന് കരുതുകയുള്ളൂ. തമുവാച തതോ ബ്രഹ്മാനത്താവത്വം ജിതേന്ദ്രിയഃ യതസ്സ മുനിശാർദൂല ഇത്യുക്ത്വാ ത്രിദിവം ഗതഃ. വിപ്രസ്ഥിതേഷു ദേവേഷു വിശ്വാമിത്രോ മഹാമുനിഃ ഊർധ്വബാഹുർനിരാലംബോ വായുഭക്ഷസ്തപശ്ചരൻ ധർമ്മേ പഞ്ചതപാ ഭൂത്വാ വർഷാസ്വാകാശ സംശ്രയ ശിശിരേ സലിലസ്ഥായി രാത്രിഹാനി തപോധന ഏവം വർഷസഹസ്രാണി തപോഘോരമുപാഗമത്. തസ്മിൻ സന്തപ്യമാനേ തു വിശ്വാമിത്രേ മഹാമുനൗ സംഭ്രമസ്സു മഹാനാസീൽ സുരാണാം വാസവസ്യ ച. രംഭാമപ്സരസം ശക്രസർവൈഃ സഹ മരുദ്ഗണൈഃ ഉവാചാത്മഹിതം വാക്യമഹിതം കൗശികസ്യ ച. ബ്രഹ്മാവ് അദ്ദേഹത്തോട് ഇതിന് ഇപ്രകാരം അരുളി ചെയ്തു. ഹേ മുനിവര, ഭവാൻ ഇനിയും ജിതേന്ദ്രനായി ഭവിച്ചിട്ടില്ല, ഇനിയും ജാഗ്രതയോടെ വർത്തിക്കുക എന്നിപ്രകാരം അരുളി ചെയ്ത ശേഷം ബ്രഹ്മലോകത്തേക്ക് തിരിച്ചെഴുന്നള്ളി. വികാരഹേതുക്കളുടെ പരിസരത്തിലും വികാരമുളവാതിരിപ്പാൻ തക്കവണ്ണം തൻ്റെ ഇന്ദ്രിയങ്ങളെ വിശ്വാമിത്രൻ ഇനിയും ജയിച്ചിട്ടില്ലെന്ന് താല്പര്യം. തപോനിധിയായ വിശ്വാമിത്ര മാമുനി ദേവന്മാർ അന്തർധാനം ചെയ്ത ശേഷം കൈകളെ ഉയർത്തിപ്പിടിച്ച് യാതൊരു അവലംബവുമില്ലാതെ വായുവെ മാത്രം ഭക്ഷിക്കുന്നവനായി തപസ് ചെയ്തുകൊണ്ട് വേനൽക്കാലത്ത് 4 ഭാഗങ്ങളിൽ അഗ്നിയും മുകളിൽ സൂര്യനും ഇങ്ങനെ പഞ്ചാഗ്നി മധ്യത്തിലിരിക്കുന്നവനായും
മഴക്കാലങ്ങളിൽ യാതൊരു മറയുമില്ലാതിരിക്കുന്നവനായും തണുപ്പ് കാലത്തിൽ വെള്ളത്തിൽ നിൽക്കുന്നവനായും ഇപ്രകാരം രാപ്പകൽ ഇടവിടാതെ കഴിച്ചു കൂട്ടിക്കൊണ്ട് അത്യുഗ്രമായ തപസ്സിനെ അനേകായിരം വത്സരകാലത്തോളം അനുഷ്ഠിച്ചു. ആ വിശ്വാമിത്ര മാമുനി ഇപ്രകാരം തപസ്സു ചെയ്യവേ ദേവന്മാർക്കും ദേവേന്ദ്രനും അക്കാര്യത്തിൽ അതിയായ സംഭ്രമം ഉളവായി. ദേവഗണങ്ങൾ എല്ലാവരോടും കൂടി ഇന്ദ്രൻ രംഭ എന്ന അപ്സരസ്ത്രീയോടായി തങ്ങൾക്ക് അനുകൂലവും കൗശികമുനിക്ക് പ്രതികൂലവും ആയ വാക്യത്തെ ഇപ്രകാരം അരുളി ചെയ്തു. ഇത്യാർഷെ ശ്രീമദ് രാമായണെ വാൽമീകിയെ ആദികാവ്യെ ബാലകാണ്ഡെ 63 സർഗ 63 സർഗം സമാപ്തം. ഇനി 64 സർഗ 64 സർഗം. രംഭ ശാപ വിതരണം. രംഭയെ വിശ്വാമിത്രമുനി ശപിക്കുന്നത്. സുരകാര്യമിദം രംഭേ കർത്തവ്യം സുമഹത്വയാ ലോഭനം കൗശികസ്യേഹ കാമമോഹസമന്വിതം. രംഭയെ, ഇപ്പോൾ കൗശികമുനിക്ക് ഐഹിക സുഖഭോഗങ്ങളിൽ ഇച്ഛയോട് കൂടിയതായ മനഃചാഞ്ചല്യം നിന്നാൽ ഉളവാക്കപ്പെടേണ്ടതാണ്. ഇത് ദേവന്മാർക്ക് വേണ്ടപ്പെട്ടതാണ്, ഏറ്റവും അത്യാവശ്യമായുള്ളതും ആണ്. തഥോക്താ സാപ്സരാ രാമസഹസ്രാക്ഷേണ ധീമതാ വ്രീഡിതാ പ്രാഞ്ജലിർഭൂത്വാ പ്രത്യുവാച സുരേശ്വരം അയം സുരപദേ ഘോരോ വിശ്വാമിത്രോ മഹാമുനി ക്രോധമുത്സൃജതേ ഘോരം മയി ദേവന സംശയ തതോ ഹി മേ ഭയം ദേവപ്രസാദം കർത്തുമർഹസി. തമുവാച സഹസ്രാക്ഷോ വേപമാനാം കൃതാഞ്ജലിം മാ ഭൈഷീരംഭേ ഭദ്രം തേ കുരുഷ്വ മമ ശാസനം. കോകിലോ ഹൃദയഗ്രാഹി മാധവേ രുചിരദ്രുമേ അഹം കന്ദർപ്പസഹിത സ്ഥാസ്യാമി തവ പാർശ്വദ. ത്വം ഹി രൂപം ബഹുഗുണം കൃത്വാ പരമഭാസ്വരം തം ഋഷിം കൗശികം രംഭേ ഭേദയസ്വ തപസ്വിനം. സാ ശ്രുത്വാ വചനം തസ്യ കൃത്വാ രൂപമനുത്തമം ലോഭയാമാസ ലളിതാ വിശ്വാമിത്രം ശുചിസ്മിതാ. കോകിലസ്യ തു ശുശ്രാവ വൽഗു വ്യാഹരദസ്വനം സംപ്രഹൃഷ്ടേന മനസാ തദ ഏനാമുദൈക്ഷത. അത തസ്യ ച ശബ്ദേന ഗീതേന പ്രതിമേന ച ദർശനേന ച രംഭായാ മുനി സന്ദേഹമാഗത. ഹേ ശ്രീരാമ, ധീമാനായ ദേവേന്ദ്രനാൽ അപ്രകാരം ആജ്ഞാപിക്കപ്പെട്ട അപ്സരസായ അവൾ പേടി പൂണ്ടവളായി അഞ്ജലിബന്ധം ചെയ്തുകൊണ്ട് ദേവരാജാവിനോടായി ഇപ്രകാരം അറിയിച്ചു. ദേവരാജാവേ, പൂജനീയനായ ഹേ ദേവ, ഈ വിശ്വാമിത്രൻ അതിമഹിമയുള്ള മാമുനിയാണല്ലോ. എങ്കിൽ അസഹനീയമായ ക്രോധത്തെ കാണിക്കും, സംശയമില്ല. അതിനാൽ എനിക്ക് പേടിയായിരിക്കുന്നു. ആയതുകൊണ്ട് എങ്കിൽ പ്രസാദിച്ചരുളുവാൻ തിരുവുള്ളമുണ്ടായാലും. ഇന്ദ്രൻ ഉടൽ നടുങ്ങി കൈകൂപ്പിയ അവളോടായി അരുൾ ചെയ്തു. രംഭേ, എൻ്റെ കൽപ്പനയെ നീ ചെയ്തു തീർക്കുക. ഭയപ്പെടേണ്ട, നിനക്ക് ഏറെ പുകഴുണ്ടാകും. ഞാൻ അതിമനോഹര വൃക്ഷങ്ങളാർന്ന വസന്തകാലത്തിൽ മന്മഥനോടും കൂടെ ചിത്തം കവരുന്ന കുയിലിൻ പടുവ് കൈക്കൊണ്ടവനായി ഭവതിയുടെ സമീപത്തിൽ തന്നെ നിന്ന് രക്ഷിച്ചുകൊള്ളാം. രംഭേ, നീയാകട്ടെ ഇതിലും 100 മടങ്ങ് ഭംഗിയേറിയതായ വടുവ് കൈക്കൊണ്ടവളായി ആ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൗശിക മഹർഷിയെ ഇളക്കി തീർക്കുക. അവൾ ഇന്ദ്രൻ്റെ ആജ്ഞയെ വഹിച്ച് നിസ്തുല്യമായ വടുവ് കൈക്കൊണ്ട് കാമവികാരത്തെ ജനിപ്പിക്കുന്നവളായി പുഞ്ചിരിക്കൊഞ്ചലോടെ വിശ്വാമിത്രമുനിയെ വശീകരിച്ച് മയക്കുവാൻ യത്നിച്ചു. അതിമനോഹരമായി കൂകിക്കൊണ്ടിരുന്ന കുയിലിൻ്റെ നാദത്തെ അത്യുത്സാഹം പൂട്ട മനസ്സോട് കൂടിയവനായി കേട്ടു. അതേ സമയത്തിൽ ഇവളെയും കണ്ണിനെതിരായി കണ്ടു. അതിൻ്റെ ശബ്ദത്താലും രംഭയുടെ നിസ്തുല്യമായ രൂപത്തിൻ്റെ കാഴ്ചയാലും പാട്ടിനാലും ഋഷിവരൻ ആ സമയം തനിക്ക് നേരിട്ടിരിക്കുന്ന അപകടത്തെ കണ്ടറിഞ്ഞു. സഹസ്രാക്ഷസ്യ തത്കർമ്മ വിജ്ഞായ മുനിപുങ്കവ രംഭാം കോപസമാവിഷ്ടശാപകുശികാത്മജ. യന്മാം ലോഭയസേ രംഭേ കാമക്രോധജയൈഷിണം ദശവർഷസഹസ്രാണി ശൈലീ സ്ഥാസ്യസി ദുർഭഗേ. ബ്രാഹ്മണ സുമഹാതേജാസ്തവോബലസമന്വിത ഉദ്ധരിഷ്യതി രംഭേ ത്വാമത്ക്രോധകലുഷീകൃതാം. ഏവമുക്ത്വാ മഹാതേജാ വിശ്വാമിത്രോ മഹാമുനി അശക്നുവൻ ധാരയിതും കോപസന്താപമാത്മന. തസ്യ ശാപേന മഹദാ രംഭാ ശൈലീ തദാഭവത്. വച ശ്രുത്വാ ച ഗന്ധർവോ മഹർഷേ സ ച നിർഗതഃ. കോപേന സുമഹാതേജാസ്തപോപഹരണേ കൃതേ. ഇന്ദ്രിയൈരജിതൈ രാമ ന ലേഭേ ശാന്തിമാത്മന.
ബഭൂവാസ്യ മനശ്ചിന്താ തപോപഹരണേ കൃതേ നൈവ ക്രോധം ഗമിഷ്യാമി ന ച വക്ഷ്യേ കഥഞ്ജന അഥവാ നോച്ഛ്വസിഷ്യാമി സംവത്സരശതാന്യപി. വിശ്വാമിത്ര മഹർഷി ഇന്ദ്രന്റെ പ്രവൃത്തിയെന്ന് അതിനെ ജ്ഞാനദൃഷ്ടി കൊണ്ടറിഞ്ഞ് കോപാവേശം പൂണ്ടവനായി രംഭയെ ഇപ്രകാരം ശപിച്ചു. രംഭേ, കാമക്രോധങ്ങളെ അടക്കി ജയിപ്പാൻ യത്നിക്കുന്നവനായി എന്നെ നീ വശീകരിച്ച് ദുർമാർഗത്തിൽ ഇറക്കുവാൻ ശ്രമിക്കുന്നു എന്ന കാരണത്താൽ ഹേ ദുഷ്ടേ, 10,000 സംവത്സരകാലം കല്ലായി നീ വർത്തിച്ചാലും രംഭയെ തപശക്തിയേറിയവനായി അതിപ്രസിദ്ധ തേജസ്വിയായ ബ്രഹ്മപുത്രനായ വസിഷ്ഠ മഹർഷി എൻ്റെ കോപത്താൽ ആപത്തിലകപ്പെട്ടവളായി നിന്നെ മോചിപ്പിക്കും. അതിതേജസ്വിയായ വിശ്വാമിത്രമുനി വരൻ ഇപ്രകാരം ശപിച്ച് തൻ്റെ കോപം വർദ്ധിച്ചതിനെ ഓർത്തുണ്ടായ ദുഃഖത്തെ സഹിപ്പാൻ അശക്തനായി ഭവിച്ചു. മഹർഷിയുടെ നിഷ്ഫലമാകാത്തതായ ആ ശാപത്താൽ ആ സമയം തന്നെ രംഭ കല്ലിൻ പടിവായി ഭവിച്ചു. അദ്ദേഹത്തിൻ്റെ ശാപവചനത്തെ കേട്ട മാത്രമേ തന്നെ കന്ദർപ്പസഹിതനായ ആ ഇന്ദ്രനും അന്തർധാനം ചെയ്തു. ഹേ രാമ, അടക്കുവാൻ സാധിക്കാത്ത ഇന്ദ്രിയങ്ങളോട് കൂടിയവനായി കോപാധീനനായ കാരണത്താൽ അത്യധിക തേജസ്വിയായ അദ്ദേഹം തനിക്ക് തപസ്സിന് വിഘ്നം നേരിട്ടതിൽ ഒട്ടും സമാധാനമില്ലാത്തവനായി. അദ്ദേഹത്തിന് തപോഹാനി ഉണ്ടായതിനെക്കുറിച്ച് മനസ്സിൽ ഒരു സങ്കല്പം ഉദിച്ചു. 100 കണക്കായ കൊല്ലങ്ങളെന്നാലും എന്തു വന്നാലും ശരി, കോപമെന്നുള്ളതിന് ഒരിക്കലും ഞാൻ അവകാശം നൽകാതിരിക്കണം. ഞാൻ ഒരക്ഷരം മിണ്ടാതിരിക്കണം. അത്രമാത്രമല്ല, ശ്വാസം കൂടി കഴിക്കാതിരിക്കണം. അഹം വിശോഷയിഷ്യാമി ഹ്യാത്മാനം വിജിതേന്ദ്രിയ താവദ്യാവധി മേ പ്രാപ്തം ബ്രാഹ്മണ്യം സ്വതപോർജിതം അനുച്ഛസന്ന പുഞ്ജാനസ്തിഷ്ഠേയം ശാശ്വതി സമാ നഹി മേ തപ്യമാനസ്യ ക്ഷയം യാസ്യന്തി മൂർത്തയഃ. ഏവം വർഷസഹസ്രസ്യ ദീക്ഷാം സമുനിപുംഗവ ചകാരാ പ്രതിമാം ലോകേ പ്രതിജ്ഞാം രഘുനന്ദന. എനിക്ക് എൻ്റെ തപസ്സിൻ ഫലമായി ബ്രാഹ്മണനിൽ നിന്നുള്ള അവസ്ഥ ഏത് കാലത്തിൽ ലഭിക്കുമോ അക്കാലം വരെയും തന്നെ ഞാൻ ഇന്ദ്രിയങ്ങളെ അടക്കിയവനായി ദേഹത്തെ ചടപ്പിച്ചു കളയാം. അനേക സംവത്സരങ്ങൾ ശ്വാസം വിടാതെയും ആഹാരം കഴിക്കാതെയും വർത്തിക്കാം. തപസ് ചെയ്യുന്ന എൻ്റെ കരചരണാദ്യാവയവങ്ങൾ ജീർണിച്ചു പോകാതിരിക്കട്ടെ. ഹേ രഘുനന്ദന, ആ മഹർഷി വര്യൻ ലോകത്തിൽ എതിരില്ലാത്തതും 1000 സംവത്സര പര്യന്തം ഇപ്രകാരമുള്ള ദീക്ഷയോട് കൂടിയതുമായ ശപഥത്തെ ചെയ്തു. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകി ആദികാവ്യേ ബാലകാണ്ഡേ ചതുഷ്ഠിതമ സർഗ 64 സർഗം സമാപ്തം. ഇനി പഞ്ചഷഷ്ടിതമ സർഗ 65 സർഗം. വിശ്വാമിത്രസ്യ ബ്രഹ്മർഷിപദപ്രാപ്തി. വിശ്വാമിത്ര മഹർഷിക്ക് ബ്രഹ്മർഷിപദം സിദ്ധിക്കുന്നത്. അഥ ഹൈമവതീം രാമ ദിശം ത്യക്ത്വാ മഹാമുനി പൂർവം ദിശമനുപ്രാപ്യ തപസ്തേബേ സുദാരുണം മൗനം വർഷസഹസ്രസ്യ കൃത്വാ വ്രതമനുത്തമം ചകാരാ പ്രതിമം രാമ തപ പരമദുഷ്കരം. പൂർണേ വർഷസഹസ്രേ തു കാഷ്ടഭൂതം മഹാമുനിം വിഘ്നൈർബഹുർഭിരാധൂതം ക്രോധോ നാന്തരമാവിശത് സകൃത്വാ നിശ്ചയം രാമ തപ ആദിഷ്ടതവ്യയം. ഹേ രാമ, മുനിവര്യൻ അതിൽ പിന്നെ ഹിമവത് പ്രദേശത്തെ വെടിഞ്ഞ് കിഴക്ക് ദിക്കിൽ ചെന്നിരുന്നു കൊണ്ട് അതികഠോരമായ തപസ് ചെയ്തു. ഹേ ശ്രീരാമ, 1000 കൊല്ലം വരെ നിസ്സീമമായ മൗനവ്രതത്തെ അനുഷ്ഠിച്ചുകൊണ്ട് എതിരില്ലാത്തതും ആരാലും ചെയ്യുവാൻ കഴിവാത്തതും ആയ തപസ്സിനെ അനുഷ്ഠിച്ചു. 1000 സംവത്സരക്കാലം തികയും വരേക്കും പലവിധ കഷ്ടങ്ങളാൽ കുഴക്കപ്പെട്ടവനും ജീവനറ്റ മുട്ടി പോലെ ഇരുന്നവനും ആയ മുനിവര്യനെ കോപമെന്നുള്ളത് മനസ്സിൽ ഒട്ടും ബാധിച്ചില്ല. ഹേ രാമ, അദ്ദേഹം തൻ്റെ മനോരഥത്തെ ഉറുതിയായി പിടിച്ച് തപസ്സിനെ പാഴാകാതെ വണ്ണം അനുഷ്ഠിച്ചു. തസ്യ വർഷസഹസ്രസ്യ വ്രതേ പൂർണേ മഹാവൃത ഭോക്തുമാരബ്ധവാനന്നം തസ്മിൻ കാലേ രഘൂത്തമ ഇന്ദ്രോ ദ്വിജാതിർഭൂത്വാ തം സിദ്ധമന്നമയാജത. തസ്മൈ ദത്വാ തദാ സിദ്ധം സർവം വിപ്രായ നിശേഷിതേ അന്നേ ഭഗവാൻ അഭുക്തൈവ മഹാതപാഃ ന കിഞ്ചിദ് വദദ്വിപ്രം മൗനവ്രതമഥാസ്ഥിതഃ. തഥൈവാസീത് പുനർമൗനമനുച്ഛ്വാസം ചകാരഃ അഥ വർഷസഹസ്രം വൈ നോച്ഛ്വസൻ മുനിപുംഗവ.
തസ്യാനുച്ഛ്വസമാനസ്യ മൂർധ്നിധൂമോ വ്യജായത ത്രൈലോക്യം യേന സംഭ്രാന്തമാദീപിതമിവാഭവത് തതോ ദേവർഷി ഗന്ധർവാ പന്നഘോരഗരാക്ഷസാ മോഹിതാസ്തേജസാ തസ്യ തപസാ മന്ദരസ്മയ കശ്മലോപഹതാ സർവേ പിതാമഹമഥാ ബ്രുവൻ ബഹുഭി കാരണൈർദേവ വിശ്വാമിത്രോ മഹാമുനി ലോഭിത ക്രോധിതശ്ചൈവ തപസാ ചാഭിവർദ്ധതേ നഹ്യസ്യ വ്രജനം കിഞ്ചിത് ദൃശ്യതേ സൂക്ഷ്മവപ്യഥ. ഹേ രഘുവര, ഘോരവ്രതമനുഷ്ഠിച്ച് പൂർത്തിയാക്കിയ അദ്ദേഹം ആ 1000 കൊല്ലങ്ങൾക്ക് ശേഷം വ്രതം പൂർത്തിയായാറെ അന്നത്തെ ഭുജിപ്പാൻ ആരംഭിച്ചു. അതേ സമയത്തിൽ ഇന്ദ്രൻ ബ്രാഹ്മണ രൂപം ധരിച്ച് ആ വിളമ്പിയ അന്നത്തെ യാചിച്ചു. ഉദ്ദിഷ്ട കാര്യത്തെ ദൃഢമായി ഉൾക്കൊണ്ടിരുന്ന മഹാതപസ്വിയായ ത്രിലോക പ്രസിദ്ധനായ അദ്ദേഹം വിളമ്പിയതിനെ മുഴുവനും ആ അന്തണനായി കൊടുത്ത് ആ സമയം അന്നം ഒട്ടും ബാക്കിയില്ലാതായപ്പോൾ ഒന്നും പുലിക്കാതെ മൗനവ്രതത്തെ അനുഷ്ഠിച്ചുകൊണ്ട് അപ്പോൾ ബ്രാഹ്മണനെ നോക്കി ഒന്നും ഉരിയാടാതിരുന്നു. അവിടം തന്നെ പിന്നെയും ഒരു 1000 സംവത്സരകാലം ശ്വാസം കഴിക്കാതെയുള്ള മൗനവ്രതത്തെ തന്നെ അനുഷ്ഠിച്ചു. അപ്പോൾ മുനിവര്യൻ സങ്കല്പത്തിന് യാതൊരു കുറവും വരാതെ തന്നെ വർത്തിച്ചു. സങ്കല്പത്തെ യാതൊരു കുറവുമെന്നെ ചെയ്തു തീർത്ത് ശ്വാസം ഒതുക്കിയ അദ്ദേഹത്തിൻ്റെ ശിരസിൽ ഒരു ആവി പൊങ്ങി. അതിനാൽ 3 ലോകവും കിടകിട വിറച്ച് അഗ്നിജ്വാലയാൽ തപിപ്പിക്കപ്പെട്ടതുപോലെ ഭവിച്ചു. അപ്പോൾ ദേവന്മാരും ഋഷികളും ഗന്ധർവന്മാരും പന്നകങ്ങളും ഉരകങ്ങളും രാക്ഷസരും അദ്ദേഹത്തിൻ്റെ തപോ അഗ്നിയാൽ മൂർച്ഛിച്ചവരായി കാന്തി മങ്ങിയവരായി ഭവിച്ചു. അപ്പോൾ ശക്തിയറ്റവരായ അവരെല്ലാവരും ബ്രഹ്മാവിൻ്റെ അടുത്ത് എന്ന് ഇങ്ങനെ ബോധിപ്പിച്ചു: ഭഗവാനെ, വിശ്വാമിത്ര മഹർഷി പല പ്രവൃത്തികളെ കൊണ്ടും പ്രലോഭനം ചെയ്യപ്പെട്ടിട്ടും കോപമുളവാക്കുവാൻ ശ്രമിക്കപ്പെട്ടിട്ടും തപോ വൈഭവത്താൽ മേന്മ പൂണ്ട് തന്നെ വിളങ്ങുന്നു എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തിന് പാപം ഒട്ടെങ്കിലും ഒരണുപോലും കാണപ്പെടുന്നില്ല. നദീയതേയതി ത്വസ്യ മനസായദഭീപ്സിതം വിനാശയതി ത്രൈലോക്യം തപസാ ച ചരാചരം വ്യാകുലാശ്ച ദിശ സർവേന ച കിഞ്ചിത് പ്രകാശതേ സാഗരാശുഭിതാ സർവേ വിശീര്യന്തേ ച പർവ്വതാഃ പ്രകമ്പതേ ച പൃഥിവീ വായുർവാദിവൃഷാകുല ബ്രഹ്മന്ന പ്രതിജാനീമോ നാസ്തികോ ജായതേ ജന സമ്മൂഢമിവ ത്രൈലോക്യം സംപ്രക്ഷുഭിതമാനസം ഭാസ്കരോ നിഷ്പ്രഭശ്ചൈവ മഹർഷേസ്തസ്യ തേജസാ ബുദ്ധിം ന കുരുതേ യാവന്നാശേ ദേവമഹാമുനി താവത് പ്രസാദ്യോ ഭഗവാൻ അഗ്നിരൂപോ മഹാദ്യുതി കാലാഗ്നിനാ യഥാ പൂർവം ത്രൈലോക്യം ദഹ്യതേ അഖിലം ദേവരാജ്യം ചികീർഷേത ദീയതാമസ്യ യന്മദം തത സുരഗണാ സർവേ പിതാമഹപുരോഗമാ വിശ്വാമിത്രം മഹാത്മാനം വാക്യം മധുരമബ്രുവൻ ബ്രഹ്മർഷേ സ്വാഗതം തേ അസ്തു തപസാസ്മ സുതോഷിതാഃ. ആയതുകൊണ്ട് ഇദ്ദേഹത്തിന് മനസ്സുകൊണ്ട് ഇച്ഛിച്ചത് യാതൊന്നും അത് കൊടുക്കപ്പെടുന്നില്ല എങ്കിൽ ചരാചരങ്ങളടക്കം 3 ലോകവും അദ്ദേഹത്തിൻ്റെ തപോമഹിമയാൽ നശിച്ചു പോകുന്നതാണ്. എല്ലാ ദിക്കുകളും പീഡിപ്പിക്കപ്പെട്ടവയായിരിക്കുന്നു. യാതൊരു വസ്തുവും പ്രകാശിക്കുന്നില്ല. സമുദ്രങ്ങളെല്ലാം ഇളകി മറിഞ്ഞിരിക്കുന്നു. പർവ്വതങ്ങളും പൊട്ടിച്ചിതറുന്നു. ഭൂമിയും കുലുങ്ങുന്നു. കാറ്റും ചുഴറ്റിയടിച്ച് വീശുന്നു. ഹേ ബ്രഹ്മദേവ, എന്തു ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയുന്നില്ല. ലോകം കർമ്മങ്ങളെ വെടിയുന്നതായി ഭവിക്കുന്നു. ആ മഹർഷിയുടെ തപോമഹിമയാൽ 3 ലോകവും കലങ്ങിയ മനസ്സോട് കൂടിയതായി മൂർച്ഛിച്ച പോലെ വർത്തിക്കുന്നു. സൂര്യനും പ്രഭയറ്റവനായി തന്നെ ഭവിച്ചിരിക്കുന്നു. അഗ്നിഭഗവാനെ പോലെ മഹാകാന്തിയോടുകൂടിയ അതികീർത്തിമനായ മുനിവരൻ ഏതുവരെ ലോകത്തെ നശിപ്പിക്കുന്നതിൽ മനസ്സ് വയ്ക്കാതിരിക്കുന്നുവോ അതിനുള്ളിൽ അല്ലയോ ബ്രഹ്മദേവ, അദ്ദേഹം പ്രസാദിപ്പിക്കപ്പെടേണ്ടവനാണ്. പണ്ടുകാലത്തിൽ പ്രളയാഗ്നിയിൽ എപ്രകാരമോ അപ്രകാരം ത്രൈലോക്യം മുഴുവനും ദഹിപ്പിക്കപ്പെടും. ഇന്ദ്രപദവിയെ തന്നെ ആവശ്യപ്പെട്ടേക്കാം. അതിനാൽ ഇദ്ദേഹത്തിൻ്റെ കാംക്ഷിതം ഏതോ ആ ബ്രഹ്മശിവതം കൊടുക്കപ്പെടേണ്ടതാണ്. അതിനാൽ ബ്രഹ്മാവ് മുതലായ ദേവഗണങ്ങളെല്ലാവരും മഹാത്മാവായ വിശ്വാമിത്ര മുനിയുടെ അടുക്കൽ ചെന്ന് പ്രീതികരമായ വാക്യത്തെ ഇപ്രകാരം അരുളി ചെയ്തു: അല്ലയോ ബ്രഹ്മർഷി, അങ്ങേക്ക് ക്ഷേമം ഉളവാകട്ടെ. അങ്ങയുടെ തപസ്സുകൊണ്ട് സംതൃപ്തിപ്പെട്ടിരിക്കുന്നു. ബ്രാഹ്മണ്യം തപസോഗ്രേണ പ്രാപ്തവാനസി കൗശിക ദീർഘമായുഷ്ഠതേ ബ്രഹ്മൻ ദദാമി സമരുദ്ഗണ സ്വസ്തി പ്രാപ്നുഹി ഭദ്രം തേ ഗച്ഛ സൗമ്യ യഥാ സുഖം
പിതാമഹവച ശ്രുത്വാ സർവേഷാം ച ദിവൗകസാം കൃത്വാ പ്രണാമം മുദിതോ വ്യാജഹാര മഹാമുനി. ബ്രാഹ്മണ്യം യതി മേ പ്രാപ്തം ദീർഘമായുസ്തഥൈവ ച ഓംകാരോऽഥ വഷട്കാരോ വേദാശ്ച വരയന്തു മാം. ക്ഷത്രവേദവിദാം ശ്രേഷ്ഠോ ബ്രഹ്മവേദവിദാമപി ബ്രഹ്മപുത്രോ വസിഷ്ഠോ മാമേവം വദതു ദേവതാഃ. യദ്യയം പരമകാമകൃതോ യാന്തു സുരർഷഭാ. തദ പ്രസാദിതോ ദേവൈർവസിഷ്ഠോ ജപതാംബര സഖ്യം ചകാര ബ്രഹ്മർഷിദേവമസ്തുതി ചാബ്രവീത്. ബ്രഹ്മർഷിസ്ത്വം ന സന്ദേഹ സർവം സംവത്സ്യതേ തവ ഇത്യുക്ത്വാ ദേവതാശ്ചാപി സർവാ ജഗ്മൂര്യഥാഗതം. വിശ്വാമിത്രോऽപി ധർമാത്മാ ലബ്ധ്വാ ബ്രാഹ്മണ്യമുത്തമം പൂജയാമാസ ബ്രഹ്മർഷിം വസിഷ്ഠം ജപതാംബരം. കൃതകാമോ മഹീം സർവാം ചചാര തപസി സ്ഥിതാ. ഹേ കൗശികമുനി, ഉഗ്രമായ തപസ്സുകൊണ്ട് ബ്രാഹ്മണത്വത്തെ അങ്ങ് പ്രാപിച്ചിരിക്കുന്നു. ഹേ ബ്രാഹ്മണോത്തമ, ഭവാന് ദീർഘായുസിനെയും ദേവഗണങ്ങളോട് കൂടിയവനായ ഞാൻ യഥാസുഖം വരമായി തരുന്നു. ഭവാന്റെ മനോരഥം സാധിച്ചു. അതിനാൽ മനസ്സന്തുഷ്ടി കൈക്കൊള്ളുക. പുണ്യാത്മാവെ, ഇഷ്ടം പോലെ ഗമിച്ചാലും. മാമുനിവര്യൻ ബ്രഹ്മദേവന്റെ വാക്ക് കേട്ട് പ്രസന്നനായി എല്ലാ ദേവന്മാർക്കും നമസ്കാരം ചെയ്ത് ഇപ്രകാരം അപേക്ഷിച്ചു. ദീർഘായുസ്സും അപ്രകാരം തന്നെ ബ്രാഹ്മണ്യവും എനിക്ക് ലഭിച്ചിരിക്കുന്നുവെങ്കിൽ അക്കാരണത്താൽ പ്രണവവും വഷത്കാരവും വേദങ്ങളും എന്നെ വർണ്ണം ചെയ്യുമാറാകട്ടെ. ദേവന്മാരെ, ക്ഷത്രിയന്മാർക്ക് തക്കതായ അഥർവവേദം അറിഞ്ഞവരിലും ബ്രാഹ്മണർക്ക് ഏറ്റവും ത്രയി എന്ന 3 വേദങ്ങളെ അറിഞ്ഞവരിലും വെച്ച് ഏറ്റവും മേന്മയേറിയ ബ്രഹ്മപുത്രനായ വസിഷ്ഠ മഹർഷി എന്നെപ്പറ്റി ഇപ്രകാരം ചെയ്യട്ടെ. ഈ സർവോത്കൃഷ്ടമായി ഞാൻ കരുതിയ മനോരഥം സാധിപ്പിച്ച ഉടനെ ദേവോത്തമന്മാരായ ഭവാന്മാർക്ക് തിരികെ എഴുന്നള്ള. ധ്യാനനിഷ്ഠന്മാരിൽ വെച്ച് ഉത്തമനും ബ്രഹ്മർഷിയും ദേവന്മാരാൽ സമാധാനിക്കപ്പെട്ടവനും ആയ വസിഷ്ഠ മഹർഷിയും അപ്രകാരം തന്നെയാകട്ടെ എന്ന് അരുൾ ചെയ്തു. അതുമുതൽക്ക് തങ്ങൾ തമ്മിൽ സ്നേഹത്തെയും കൈക്കൊണ്ടു. ഭവാൻ ബ്രഹ്മർഷി തന്നെ, സംശയമില്ല. അങ്ങേക്ക് എല്ലാ ഓങ്കാര വഷട്കാരാദികൾ സിദ്ധിക്കും എന്നരുളി ചെയ്ത് എല്ലാ ദേവന്മാരും വന്ന പോലെ തിരികെ പോയി. ധർമാത്മാവായ വിശ്വാമിത്ര മഹർഷിയും ഉത്തമമായ ബ്രാഹ്മണ പദവിയെ പ്രാപിച്ച ശേഷം ബ്രഹ്മർഷിയും മന്ത്രവിദ്യകളിൽ വെച്ചുത്തമനും ആയ വസിഷ്ഠ മഹർഷിയെ പൂജിച്ചു. അഭീഷ്ടം സാധിച്ചവനായി തപസ്സിൽ വർത്തിച്ചവനായി ഭൂമി മുഴുവനും യഥേഷ്ടം സഞ്ചരിച്ചു. ഏവം ത്വനേന ബ്രാഹ്മണ്യം പ്രാപ്തം രാമമഹാത്മനാ. ഏഷ രാമമുനിശ്രേഷ്ഠ ഏഷ വിഗ്രഹവാംസ്തവ. ഏഷ ധർമ്മപരോ നിത്യം വീര്യസ്യ പരായണം. ശതാനന്ദവചശ്രുത്വാ രാമലക്ഷ്മണസന്നിധൗ ജനകപ്രാജ്ഞനിർവാക്യമുവാച കുശികാത്മജം. ധന്യോऽസ്മ്യനുഗ്രഹീതോऽസ്മി യസ്യ മേ മുനിപുങ്കവ യജ്ഞം കാകുത്സ്ഥസഹിത പ്രാപ്തവാനസി കൗശിക. ഭാവിതോऽഹം ത്വയാ ബ്രഹ്മൻ ദർശനേന മഹാമുനേ. വിശ്വാമിത്ര മഹാഭാഗ ബ്രഹ്മർഷീണാം വരോത്തമ ഗുണാ ബഹുവിധാ പ്രാപ്താസ്തവ സന്ദർശനാത്മയാ. വിസ്തരേണ ച തേ ബ്രഹ്മൻ കീർത്യമാനം മഹത്തപ. ശ്രുതം മയാ മഹാതേജോ രാമേണ ച മഹാത്മനാ. സദസ്യൈ പ്രാപ്യ ച സദഃ ശ്രുതാസ്തേ ബഹവോ ഗുണാഃ. അപ്രമേയം തപസ്തുഭ്യമപ്രമേയം ച തേ ബലം. അപ്രമേയാ ഗുണാശ്ചൈവ നിത്യം തേ കുശികാത്മജാ. ഇപ്രകാരമായി തന്നെ ഹേ രാമ, ഈ മഹാത്മാവാൽ ബ്രാഹ്മണത്വം സമ്പാദിക്കപ്പെട്ടു. ശ്രീരാമ, ഇദ്ദേഹം ഋഷിമാരിൽ വെച്ചുത്തമൻ. ഇദ്ദേഹം രൂപമെടുത്ത തപസ്സു തന്നെ. ഇദ്ദേഹം എല്ലായ്പ്പോഴും ധർമ്മത്തെ തന്നെ പരമമായ പ്രയോജനമായി കരുതുന്നവൻ. ഇദ്ദേഹം വീര്യത്തിന് ഉത്തമമായ ഇരിപ്പിടം. ജനക മഹാരാജാവ് ശ്രീരാമലക്ഷ്മണന്മാരുടെ മുന്നിൽ വച്ച് അരുൾ ചെയ്യപ്പെട്ടതായ ശതാനന്ദരുടെ ഈ വാക്ക് കേട്ട് കുശികാത്മജനെ നോക്കി അഞ്ജലി കൂപ്പിക്കൊണ്ട് ഇപ്രകാരം വാക്യത്തെ വരു ചെയ്തു. കൗശികമുനി വയ്ക്ക, യാതൊരു എൻ്റെ യാഗത്തിന് കാകുസ്ഥന്മാരോട് കൂടിയവനായി നിന്തിരുവടി എഴുന്നള്ളിയോ അപ്രകാരമുള്ള ഞാൻ കൃതാർത്ഥനായി ഭവിച്ചിരിക്കുന്നു, അനുഗ്രഹിക്കപ്പെട്ടവനായും ഭവിച്ചിരിക്കുന്നു. അന്തനശ്രേഷ്ഠ മാമുനിവര്യ, ഹേ വിശ്വാമിത്ര മഹർഷി, പരമഭാഗ്യവാനായുള്ളവേ, ബ്രഹ്മർഷികളിൽ വച്ച് ഉത്തമോത്തമനായുള്ളവേ,
നിന്തിരുവടിയുടെ കടാക്ഷത്താൽ ഞാൻ പരിശുദ്ധനാക്കപ്പെട്ടു. നിന്തിരുവടിയുടെ അഭിനിവേശത്താൽ എന്നാൽ പലമാതിരിയായുള്ള മഹിമകൾ പ്രാപിക്കപ്പെട്ടു. മഹാതേജസ്വിയായ ഹേ ബ്രാഹ്മണോത്തമ, നിന്തിരുവടിയുടെ മഹത്തായത് വിസ്തരിച്ച് പ്രശംസിക്കപ്പെട്ടതും ആയ തപോമഹിമ എന്നാലും മഹാത്മാവായ ശ്രീരാമനാലും ശ്രവിക്കപ്പെട്ടു. സദസ്സിൽ വന്നിരിക്കുന്നവരായ സഭ്യന്മാരാലും നിന്തിരുവടിയുടെ അനേക ഗുണങ്ങൾ കേട്ടറിയപ്പെട്ടു. നിന്തിരുവടിയുടെ തപശക്തി മനസ്സിനും കൂടി അഗോചരമായത്, നിന്തിരുവടിയുടെ ശക്തിയും അളവറ്റത്. ഹേ കുശികാത്മജ, നിന്തിരുവടിയുടെ തപോഗുണങ്ങളും ഒരു കാലത്തും കണക്കാക്കുവാൻ സാധിക്കാത്തവ. തൃപ്തിരാശ്ചര്യഭൂതാനാം കഥാനാം നാസ്തി മേ വിഭോ, കർമ്മകാലോ മുനിശ്രേഷ്ഠാലംബതേ രവിമണ്ഡലം ശ്വപ്രഭാതേ മഹാതേജോ ദൃഷ്ടൂമർഹസി മാം പുനഃ സ്വാഗതം തപതാം ശ്രേഷ്ഠ മാമനുജ്ഞാതുമർഹസി. ഏവമുക്തോ മുനിവര പ്രശസ്യ പുരുഷർഷഭം വിസസർജാശു ജനകം പ്രീതം പ്രീതമനാസ്തദാ. ഏവമുക്താ മുനിശ്രേഷ്ഠം വൈദേഹോ മിഥിലാധിപ പ്രദക്ഷിണം ചകാരാശുതോപാധ്യായ സബാന്ധവ. വിശ്വാമിത്രോ അഭി കർമാത്മാ സരാമസഹ ലക്ഷ്മണ സ്വവാടമഭിചക്രാമ പൂജ്യമാനോ മഹർഷിഭി. പ്രഭു, അത്ഭുതകരങ്ങളായ ചരിത്രങ്ങളെ കേട്ട് എനിക്ക് മതിയാകുന്നില്ല. മുനിവര്യ, സന്ധ്യാനുഷ്ഠാന കാലം എത്തി. സൂര്യമണ്ഡലവും അസ്തമിക്കാറായിരിക്കുന്നു. മഹാതേജസ്സാർന്നുള്ളവേ, തപസ്വികളിൽ വെച്ച ഉത്തമനായുള്ളവേ, നിന്തിരുവടി ഇങ്ങ് എഴുന്നള്ളിയതിനാൽ ഞാൻ സന്തോഷിക്കുന്നു. നാളെ പ്രഭാതത്തിൽ വീണ്ടും എനിക്ക് ദർശനം തന്നരുളുവാൻ നിന്തിരുവടി കടാക്ഷിക്കണം. എനിക്കിപ്പോൾ വിട നൽകുവാൻ തിരുവുള്ളമുണ്ടാകണം. പ്രകാരം അപേക്ഷിക്കപ്പെട്ട മുനിവര്യൻ സന്തുഷ്ടമനസ്കനായി പുരുഷശ്രേഷ്ഠനും ആ സമയം ചിത്തം കുളിർത്തിരുന്നവനും ആയ ജനക മഹാരാജാവിനെ കൊണ്ടാടിയ ശേഷം ഉടനെ പോകാൻ വിട നൽകി. മിഥിലാധിപനായ ജനക മഹാരാജാവ് മേൽപ്രകാരം ഒരു ചെയ്ത് അനുമതി വാങ്ങിയ ശേഷം ഉടനെ ഉപാധ്യായ സഹിതനായി ബന്ധുക്കളോടും കൂടി പ്രദക്ഷിണം ചെയ്തു. ധർമാത്മാവായ വിശ്വാമിത്രമുനിയും മഹാന്മാരായ ഋഷിമാരാൽ പൂജിക്കപ്പെട്ടവനായി ശ്രീരാമനോടും ലക്ഷ്മണനോടും കൂടി തങ്ങളുടെ വസതിയിലേക്ക് എഴുന്നള്ളി. ഇത്യാർഷേ ശ്രീമദ് രാമായണി വാൽമീകി ആദികാവ്യേ ബാല്യകാണ്ഡേ പഞ്ചഷഷ്ടിതമ സർഗ 65 സർഗം സമാപ്തം. നമസ്തേ.